VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നിന്നും ആരംഭിക്കുകയാണ്. ശ്രീ അനിൽ വിളയിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സംഗീത നിശയ്ക്ക് നേരെ ഇപ്പോൾ ഇതാ അക്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ സംഭവമല്ല. കാരണം അഫ്ഗാനിസ്ഥാനിൽ, സിറിയയിൽ, അല്ലെങ്കിൽ ബൊക്കോ ഹറാം പോലെയുള്ള സംഘടനകൾക്ക് സ്വാധീനമുള്ള ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ അവിടെയൊക്കെ സംഗീതജ്ഞർക്കും അതോടൊപ്പം തന്നെ സംഗീത സംവിധായകന്മാർക്കും ഒക്കെ നേരെ നടക്കുന്ന അക്രമങ്ങൾ നമ്മൾ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നതാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളെ വിശ്വ ഹിന്ദു പരിഷത്ത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർത്തും ദുഃഖകരമായൊരു സാഹചര്യത്തിൽ കൂടാണ് ലോകം കടന്നു പോകുന്നത്. അതിൻ്റെ കാരണക്കാർ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ തന്നെയാണ്. 2024 ഇൻ്റർനാഷണൽ ടെററിസം ഇൻഡെക്സ് അനുസരിച്ച് ലോകത്ത് ഏകദേശം 195 രാജ്യങ്ങളാണുള്ളത്. അതിനകത്ത് ഏകദേശം 66ഓളം രാജ്യങ്ങളിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ബംഗ്ലാദേശ്. ഭാരതത്തിൻ്റെ അതിർത്തി രാജ്യമെന്ന രീതിയിൽ അവിടെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിതീവ്രമായിട്ടുള്ള വംശഹത്യയുടെ മറ്റൊരു തലമാണ് ഇന്നലകളിൽ നമ്മൾ കണ്ട സംഗീതത്തിനോടുള്ള ഒരു വെല്ലുവിളി. ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ ജനങ്ങളും സ്വാഭാവികമായി ആസ്വദിക്കുന്ന ഒന്നാണ് സംഗീതമെന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാമിക തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമല്ലാത്തതിനെല്ലാം ഹറാമായിട്ട് പ്രഖ്യാപിക്കുകയും ഇഷ്ടമുള്ളതിനെല്ലാം തന്നെ ഹലാലായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹറാമായിട്ട് മുദ്രകുട്ടപ്പെടുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കുക എന്നുള്ള അതിനിഷ്ഠൂരമായൊരു പ്രവൃത്തിയാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ ഈ കൊച്ചു കേരളം തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്നൊരു നാമം ഉച്ചരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ കൈവെട്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ്, ഒരു ചെറു സ്ഥലമാണ് ഈ കൊച്ചു കേരളം. സംഗീതം ഹറാമാണ്, സിനിമ ഹറാമാണ്, ക്രിക്കറ്റ് ഹറാമാണ്, സാഹിത്യം ഹറാമാണ്, പലിശ ഹറാമാണ്, എല്ലാത്തിനെയും ഹറാമായി പ്രഖ്യാപിക്കുകയാണ്. ലോകത്തിനെ പിന്നോട്ടടിക്കുന്ന നമ്മൾ 21ാം നൂറ്റാണ്ടിൽ AI ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന നമ്മൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ വളർച്ചയൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏത് രാജ്യത്താണ് GCC രാജ്യങ്ങളായിട്ടുള്ള ചിലപ്പോൾ UAEയുടെ രാജ്യങ്ങൾ ഉൾപ്പെടെ ആ രാജ്യങ്ങൾ ഒഴികെ ലോകത്തുള്ള ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ന് അതിതീവ്രവാദത്തിൻ്റെ ഒരു പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ രാജ്യങ്ങളിലൊക്കെ തന്നെ അരാജകത്വം കൊടികുത്തി വാഴുകയാണ്. ബംഗ്ലാദേശ് എടുത്തു നോക്കുക, നൈജർ എടുത്തു നോക്കുക, പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, സിറിയ, നൈജീരിയ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് അതിതീവ്രവാദ ശക്തികളുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ദയനീയ ചിത്രമാണുള്ളത്. ഈ വിശ്വാസമനുസരിച്ച് ഖുറാൻ്റെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാം അല്ല കുറ്റക്കാർ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ഖുറാനകത്തുള്ള ഓരോരോ വാക്യങ്ങളെയും എടുത്തുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അത് ഇതര മതസ്ഥർക്കെതിരായിട്ട് പ്രയോഗിക്കാനുള്ള ആയുധമാക്കി മാറ്റുകയാണ്. നമ്മൾ നോക്കുക, ഈ നൈജീരിയയിൽ നടക്കുന്ന ബോക്കോ ഹറാം എന്ന് പറയുന്നത്, എന്താണ് ബോക്കോ ഹറാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഫോർബിഡൻ. അതാണ് ബോക്കോ ഹറാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. പാശ്ചാത്യ വിദ്യാഭ്യാസം വിലക്കേർപ്പെടുത്തേണ്ടതാണ്, പാപമാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ISISൻ്റെ ഭീകരപ്രവർത്തനം അഫ്ഗാനിസ്ഥാനിൽ ആരംഭിക്കുന്നതിന് മുമ്പ് എത്രയോ സുന്ദരമായിട്ടൊരു പ്രദേശമായിരുന്നു ഭാരതത്തിൻ്റെ, ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ഗാന്ധാര ദേശമായിരുന്ന അഫ്ഗാനിസ്ഥാൻ. ആധുനിക വിദ്യാഭ്യാസം നേടിയിരുന്ന പെൺകുട്ടികൾ, ഫാഷൻ പരേഡ് പോലും അവിടെ അനുവദനീയമായിരുന്നൊരു കാലഘട്ടം. ഇന്നത് മാറിയിട്ട് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാനൊക്കാത്ത രീതിയിൽ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിക്കൊണ്ട് ചന്തയിൽ വിൽക്കുന്ന ദയനീയമായ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേ സാഹചര്യം തന്നെയാണ് സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാണുന്നത്. 66ഓളം രാഷ്ട്രങ്ങൾ ലോകത്തെ 1/3 രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്നത് ജൻസി കലാപമാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ മറവിൽ നടക്കുന്നത് ഹിന്ദു വംശഹത്യയാണ്. ആ ഹിന്ദു വംശഹത്യയുടെ ഭാഗമായിട്ടുള്ള ചെറിയൊരു സംഭവം മാത്രമാണ്. ചിലപ്പോൾ ആ സംഗീതജ്ഞന് ഹിന്ദു ആകണമെന്നൊന്നുമില്ല, സംഗീതത്തിനെ ഹറാമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാത്തിനെയും കൂട്ടക്കൊല ചെയ്യുകയാണ്. 1971 ബംഗ്ലാദേശ് ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്വതന്ത്ര രാഷ്ട്രമായപ്പോൾ അവിടെ ഏകദേശം 30% ഉണ്ടായിരുന്ന ഹിന്ദുവിനെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട്, വംശഹത്യ ചെയ്തുകൊണ്ട് ഇന്ന് 8.9% അവിടുത്തെ ഹൈന്ദവ ജനസംഖ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ആ ബംഗ്ലാദേശിൽ ഇന്ന് വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ. 2,50,000 ഏക്കർ സ്വത്തുക്കൾ
ഭൂമി ഹിന്ദുവിൻ്റേതായിരുന്നു. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ഏക്കറുകൾ മാത്രമായി അവിടുത്തെ നിയമനിർമ്മാണത്തിൽ കൂടി ഹിന്ദുവിൻ്റെ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ഹിന്ദുവിനെ വംശഹത്യ ചെയ്യുന്ന, ഹിന്ദുവിനെ ഇല്ലാതാക്കുന്ന ഈ ഏഷ്യൻ രാജ്യങ്ങൾ, അതേപോലെ തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ. നൈജീരിയ പ്രകടമായൊരു ഉദാഹരണമാണ്, സുഡാൻ പ്രകടമായൊരു ഉദാഹരണമാണ്. ഈ രാജ്യങ്ങളിലെ ക്രൈസ്തവരെയും വേട്ടയാടുന്നു. അന്നേരം ഇവർ ഹിന്ദുവിനെയും ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിനെ ഒരു ഇസ്ലാമിക ഭൂഖണ്ഡമാക്കി മാറ്റുക, ഭൂലോകമാക്കി മാറ്റുക, അതിനകത്തുള്ള എല്ലാ ഇതര മതസ്ഥരെയും കൂട്ടക്കൊല ചെയ്യണം, നശിപ്പിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി എല്ലാ ഹറാമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട്, എല്ലാത്തിനെതിരെയും ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നു. വേഷത്തിലും ഭക്ഷണത്തിലും ഭൂഷണത്തിലും എല്ലാം അതിതീവ്ര ഇസ്ലാമികവൽക്കരണത്തിൻ്റെ പാതയിലാണ് ഈ കൊച്ചു കേരളവും കടന്നു പോകുന്നതെന്ന് ഞെട്ടിക്കുന്നൊരു വസ്തുത തന്നെയാണ്.